മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൻ്റെ നവീകരണത്തിനായി യോഗം വിളിച്ച് ആഭ്യന്തര സെക്രട്ടറി. നിലവിലെ സാഹചര്യത്തിൽ ക്ലിഫ് ഹൗസിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതും ചർച്ച ചെയ്യും. നാളെയാണ് യോഗം ചേരുക. തെളിവുകൾ ജനം ടിവിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി ആർ രാജീവ് തിരുവനന്തപുരത്ത് ചേരുന്നു. രാജീവ്, ക്ലിഫ് ഹൗസിൻ്റെ നവീകരണം, മോടി പിടിപ്പിക്കൽ, സുരക്ഷ, ഇതൊക്കെ സംബന്ധിച്ചാണ് ഇപ്പോൾ എന്തായാലും യോഗം വിളിച്ചിരിക്കുന്നത് അല്ലേ? എങ്കിൽ തീർച്ചയായും ക്ലിഫ് ഹൗസിലെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ ക്ലിഫ് ഹൗസിൽ കൂടുതൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ യോഗം വിളിച്ചിരിക്കുന്നത്. സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിയാണ് നാളെ യോഗം വിളിച്ചിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും. ക്ലിഫ് ഹൗസിൽ ഇനി ഏതൊക്കെ തരത്തിലുള്ള നവീകരണങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തണം എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ച ചെയ്യും. നേരത്തെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തുമായി കോടികളാണ് ക്ലിഫ് ഹൗസ് നവീകരണത്തിനായി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലിഫ് ഹൗസ് നവീകരണത്തിനായി കഴിഞ്ഞ 3 വർഷം മാത്രം 1,82 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട്. അവിടെ കാലിത്തൊഴുത്ത് നിർമ്മാണത്തിന് മാത്രം 23 ലക്ഷം രൂപ ചെലവഴിച്ചിരുന്നു. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംവിധാനങ്ങൾക്കായാണ് ഏറ്റവും കൂടുതൽ തുക ഇവിടെ ചെലവഴിച്ചിരിക്കുന്നത്. സെക്യൂരിറ്റി ഗാർഡ് റൂം ക്ലിഫ് ഹൗസിന് സമീപം സ്ഥാപിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചത് 98 കോടി രൂപയാണ്. അതായത് 1 കോടി രൂപയ്ക്കടുത്താണ് സെക്യൂരിറ്റി ഗാർഡ് റൂം നിർമ്മിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചത്. മുൻകാല മുഖ്യമന്ത്രിമാരെ വെച്ച് നോക്കുകയാണെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശേഷം ക്ലിഫ് ഹൗസിലേക്ക് ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല. മുൻകൂട്ടി അനുമതിയില്ലാതെ ആർക്കും പ്രവേശിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കടുത്ത സുരക്ഷാ നടപടികൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ക്ലിഫ് ഹൗസിൽ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല, SISFൻ്റെ സുരക്ഷ ഈ ക്ലിഫ് ഹൗസിന് സമീപം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ക്ലിഫ് ഹൗസിലേക്കുള്ള റോഡുകൾ പോലും പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ്. ആ രീതിയിലാണ് സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ സുരക്ഷാ സംവിധാനങ്ങൾ ഇനിയും വർദ്ധിപ്പിക്കണോ എന്ന കാര്യം ഉൾപ്പെടെ ഈ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ യുവജന സംഘടനകളുടെ പ്രതിഷേധങ്ങൾ ക്ലിഫ് ഹൗസിലേക്ക് ഉണ്ടാകുന്നുണ്ട്. ഇനിയുള്ള മാസങ്ങളിലും ഇത്തരം പ്രതിഷേധങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് സംസ്ഥാന ഇൻ്റലിജൻസും റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ തിരക്കിട്ട് ഇങ്ങനെയൊരു യോഗം ചേരുന്നത്. കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തണോ എന്ന കാര്യം നിലവിൽ ഈ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ആ മാർച്ച് വലിയ സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു. അതിനു മുമ്പ് യുവമോർച്ചയുടെ നേതൃത്വത്തിലും ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടക്കുകയും യുവമോർച്ച പ്രവർത്തകർ ക്ലിഫ് ഹൗസിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇത് പോലീസിന് വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഏതായാലും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ സുരക്ഷ ഇനിയും വർദ്ധിപ്പിക്കുന്നതും അതുപോലെ തന്നെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി യോഗം വിളിച്ചിരിക്കുന്നത്. നിഖിൽ. രാജീവ്, അതായത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി മൂടി പിടിപ്പിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പണം ചിലവഴിക്കുന്നത് അല്ലേ? നിഖിൽ, ഏതായാലും സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ വിവിധ ക്ഷേമ പദ്ധതികളൊക്കെ സംസ്ഥാനത്ത് വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ഓരോ മാസവും കടമെടുത്താണ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓണക്കാലത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രം 3000 കോടി രൂപയ്ക്കടുത്താണ് സംസ്ഥാന സർക്കാർ കടമെടുത്തത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി മോടി പിടിപ്പിക്കുന്നതിനോ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനോ ഒന്നും ഈ സാമ്പത്തിക പ്രതിസന്ധി ഒരു തടസ്സമാകുന്നില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ കണക്കിൽ സൂചിപ്പിച്ചത്. കഴിഞ്ഞ 3 വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ മാത്രം 1,82 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി മോടി പിടിപ്പിക്കാൻ മാത്രം ചെലവഴിച്ചിരിക്കുന്നത്. അതിൽ തന്നെ കാലിത്തൊഴുത്ത് നിർമ്മാണത്തിന് 23 ലക്ഷം രൂപ ഇവിടെ ചെലവഴിച്ചിരിക്കുന്നു. നീന്തൽക്കുളം നവീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പുതിയ കർട്ടനുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ആ രീതിയിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ക്ലിഫ് ഹൗസിൽ ഇങ്ങനെ യഥേഷ്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊപ്പം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും കോടികൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി ഗാർഡ് റൂം നിർമ്മിക്കുന്നതിനും അതുപോലെ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കെന്ന പേരിൽ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനുമൊക്കെയായി കോടികൾ ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും ഈ ദൂർത്ത് ഒരു തടസ്സവും ആകുന്നില്ല. അതേസമയം തന്നെ വിവിധ ക്ഷേമ പദ്ധതികൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ തടസ്സപ്പെടുന്നുണ്ട്. നിഖിൽ. ശരി രാജീവ്, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൻ്റെ നവീകരണത്തിനായി യോഗം വിളിച്ച ആഭ്യന്തര സെക്രട്ടറി. നിലവിലെ സാഹചര്യത്തിൽ ക്ലിഫ് ഹൗസിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതും ചർച്ച ചെയ്യും. നാളെയാണ് യോഗം ചേരുക. തെളിവുകൾ ജനം ടിവിക്ക് ലഭിച്ചു. നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ആർ രാജീവ്.